ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണിൽ എന്തോ സ്പെഷ്യൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് കിച്ചണിൽ. കാരണം യുദ്ധം മാതിരി നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ആരും. അഹമ്മദ്, അയ്യോ അഹമ്മദ്, നീ എപ്പം തുടങ്ങിയത്? നീ ഞാൻ എണീച്ചിട്ട് നോക്കി യുദ്ധം കാണുന്നുണ്ട്. എന്നെ മോനെ ഇത് സ്പെഷ്യൽ ഉണ്ട്. ബിരിയാണി റെഡി ആകുന്നില്ല, ഉള്ളി ഇതാക്കുന്നുണ്ട്. ഓക്കെ, ചിക്കൻ ഫ്രൈ എല്ലാം വെച്ച് എത്ര മിനിറ്റുള്ള ആക്കി? ഞാനിപ്പോ 1 മണിക്കൂറുണ്ട്. കുറച്ച് അതായത് സൗണ്ട് ഓക്കെ. റൂമിന്റെ ഏറ്റവും ബെസ്റ്റ് ഷെഫാണ്. കുക്കുന്ന ഗ്രേഡ് കൂടി ഷെഫിലേക്ക് അവര് അരമണിക്കൂർ കാര്യങ്ങള് എല്ലാം ടേസ്റ്റ് നോക്കിട്ട് പറയണം എങ്ങനെയാണ് ടേസ്റ്റ്. ഇതെന്തുണ്ട്? ചോറ്. അയ്യോ, അപ്പൊ ആദ്യത്തെ ചിക്കൻ പൊരിച്ചിട്ടാക്കുന്ന ബിരിയാണിയെ അല്ല, ഈ ബിരിയാണിക്ക് പേര് വേണ്ട. എങ്ങനെയാ പറഞ്ഞത്? ഇതിന്റെ എന്ത് സ്പെഷ്യൽ? എന്റെ കാസർഗോഡ് സ്പെഷ്യൽ ആണ്. കൂട്ടൽ നോക്കണ്ടേ? കൂട്ടൽ കഴിഞ്ഞ് വൈറ്റ് കളറാണ്. വൈറ്റ് തൈര് നമ്മളെ മസാലക്ക് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും. നല്ല ഒരു കുളിപ്പിനെല്ലാം സ്പെഷ്യൽ ആണുള്ളത്. ഈ ചിക്കൻ നമ്മൾ അതില് ദമ്മിലേക്കുള്ള ചിക്കൻ ഫ്രൈ ആക്കിയത്. കാണുമ്പോ ടേസ്റ്റ് ഫീൽ മണം ഉണ്ട്. ഇപ്പൊ മസാലയുടെ മണന കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് കുറച്ചൊരു 5 മിനിറ്റ് ഉണ്ടാക്കണം. ദമ്മിലിട്ടിട്ട് ചോറിനടി കിട്ടാം. മസാല നല്ല നാടൻ മസാല. മസാല ഇടി ചോറ് ദമ്മിട്ടാൽ സംശയം. ചോറും പോയി തീർക്കുള്ളൂ. നമ്മൾ അരി ഇതിലിട്ടാൽ ദമ്മായി. ഓക്കെ, മണം കിട്ടുന്നുണ്ട്. ഇപ്പൊ നല്ല ഇത് സ്പെഷ്യൽ മസാലയാണ്. പച്ച മസാല, ഇതൊന്നുമില്ല, മുളക് പൊടി അതൊന്നുമില്ല. കുരുമുളക് എല്ലാം നാച്ചുറൽ മസാല. ഇനിയിപ്പോ അടുത്ത ചോറിന്റെ ചോറിന്റെ കുറച്ച് 2 സ്പൂൺ ആർക്കേരി ഇട്ടിട്ട് നമ്മള് എണ്ണ ചൂടല്ലേ, ഇതിന് കുറച്ച് ഉള്ളി ചോറിലേക്കല്ലോ. നല്ല വാട്ടണ്ടേ? കരിവേപ്പില ഇട്ടാ നല്ല മണം വരും ചോറിന്. ബ്ലാക്ക് സ്മിത്ത്, അണ്ടിപ്പരിപ്പ്, പട്ട, കറാമ്പ്. ചില മോഡൽ നോക്കും, നമുക്ക് പെട്ടെന്ന് പോകാനുള്ള ഫീലാക്കണം. ഈ മസാല വെച്ചതിന് ശേഷം തന്നെ അടുത്ത ചോറിന്റെ പണിയാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നല്ല വാട്ടി കളിക്കണായിരുന്നു. നന്നായിട്ട് ഫ്രൈ ആണ്, എന്നാലേ കുറച്ചൊരു ഇത് വരും. ചോറിന്റെ പണി ഇത് ഓൾറെഡി ആയ മസാല റെഡി. ഇപ്പൊ ചോറാക്കി ചോറിലേക്ക് ഇടാനാ. അടുത്ത അരി നമ്മളെ ആർക്കേജിൽ ഇത് അരി നമ്മൾ ആർക്കേജിൽ കുറച്ച് വറുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. മസ്തരിക്കും എണ്ണ ശരിക്കും പിടിക്കും. ആർക്കേജിന്റെ നീളം കുറച്ച് നന്നായിട്ട് നമ്മളായതുണ്ടല്ലോ പൊരിച്ച എണ്ണയും ഉള്ളിയും ചെറുനാരങ്ങ എന്തിനാ? ചെറുനാരങ്ങ നല്ലതാണ് കുറച്ച്. പിന്നെ
നമ്മൾ ഈ അടിക്ക് പിടിക്കുന്ന ചോറ് അടിക്ക് പിടിക്കും. അപ്പം കുറച്ച് ഒരു പീഞ്ഞ കൊടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റും വരും. ചോറ് റെഡി നല്ല. കുറച്ച് വെള്ളം പറ്റിയാലും എന്തായാലും നമ്മൾ ദം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് മിക്സ് ആക്കല്ലേ ഇപ്പോൾ? ഇനി കുറച്ച് കൂടി വെള്ളം പറ്റാണ്ട് കളർ വേണമെങ്കിൽ കളർ ഇടാം. മറ്റേത് നമ്മളിപ്പോൾ ശരിയാവും. ടൈറ്റ് ആയി. പിന്നെ നമ്മുടെ ദമ്മാണ്, അഹമ്മദിൻ്റെ ദം ബിരിയാണിയുടെ ദം. ചെറിയൊരു വെള്ളം കൂടുതൽ പക്ഷേ വെള്ളം കൂടുതൽ ഉണ്ടായിട്ടല്ല, ശരിയല്ല. അപ്പം തന്നെ പറ്റിയത് എടുക്കണം. മസാല ചോറ് മിസ്സാകുമ്പോൾ ഇതാണ് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? മനസ്സായിട്ടില്ല അതിനകത്ത് നല്ലതാണ്. കുറച്ച് കനുള്ള ഇതിൽ വെക്കാം. നമ്മളെ അലുമിനിയം കോയിലുണ്ട്, വേറെ പുറത്തേക്ക് വെക്കാം. അലുമിനിയം കോയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും, ഉൾഭാഗത്ത് അമർത്തിയിട്ടേക്കാം, അല്ലെങ്കിൽ എടുക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ദമ്മിലേക്ക് 20 മിനിറ്റ് വെച്ചാൽ നല്ല മണമായിരുന്നു. ടേസ്റ്റ് ഒക്കെ നോക്കണം ഇത്. ദമ്മ് റെഡിയായി പെട്ടെന്ന്. ശരിയാ, ചോറ് ദമ്മിലാന്നില്ല എനിക്ക് പോകുന്നോണ്ട് സ്പെഷ്യലാക്കി. താങ്ക് യു. നമുക്കിത് ഇതിന്റെ കഴിച്ചിട്ട് നോക്കാം, ഇത് കഴിച്ചിട്ട് എങ്ങനെ നോക്കാം. ഫുഡ് സൂപ്പർ.